ഈ സന്ധ്യാസമയം ഇങ്ങനെ ഒരു വ്യത്യാസമനുമായി ചിറ്റാറിന്റെ ദേശത്ത് വരുവാനുണ്ടായ സാഹചര്യം, അതേപോലെ ചില വിഷയങ്ങൾ സംസാരിച്ചിട്ടാണ് അവസാനമായി അതിന്റെ സമാപനമാണ് ഇന്ന് ചിറ്റാറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വിഷയമെന്ന് പറയുന്നത് നമ്മളുടെ നദികൾ, നമ്മളുടെ നീരൊഴുക്കുകൾ, നദീതടങ്ങൾ മുഴുവൻ മാലിന്യം നിറഞ്ഞൊരവസ്ഥ. ഈ ചിറ്റാറിന്റെ പ്രദേശത്തു കൂടി ഒഴുകുന്ന കക്കാട്ടാർ ഉൾപ്പെടെയുള്ള നമ്മുടെ നീരൊഴുക്കുകൾ മുഴുവൻ മാലിന്യം നിറഞ്ഞൊരവസ്ഥയാണ് കടന്നു പോകുന്നത്. അതിന് പ്രത്യേകിച്ച് എടുത്തു പറയുവാനുള്ളത് പമ്പാ നദിയെ കുറിച്ചാണ്. ഈ പമ്പാ നദി ഉത്ഭവിക്കുന്നത് ഇടുക്കി ജില്ലയിൽ പീരുമേട് എന്ന് പറയുന്ന സ്ഥലത്ത് പുളച്ചി മല എന്ന് പറയുന്ന ഒരു മലയിൽ നിന്ന് സമുദ്രനിരപ്പിൽ നിന്ന് 1650 മീറ്റർ ഉയരത്തിൽ അവിടെ നിന്ന് ഉത്ഭവിച്ച് ശബരിമലയുടെ പുണ്യ പൂങ്കാവനത്തെ തഴുകിക്കൊണ്ടൊഴുകുന്ന 176 കിലോമീറ്റർ ദൂരം ഒഴുകിക്കൊണ്ട് നിരവധിയായ നദികളെയും കൈവഴികളെയും തോടുകളെയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെ ഒഴുകുകയാണ് പമ്പാ നദി. ആലപ്പുഴയുടെ പ്രദേശത്ത് ചെന്നിട്ട് മണിമലയാറും അച്ചൻകോവിലാറും കൂടെ ഒന്നിച്ച് സംഗമിച്ച് വേമ്പനാട്ട് കായലിൽ ചെന്നു ചേരുന്ന ഈ പമ്പാ നദി, ഈ പമ്പാ നദിക്ക് എന്താണ് പ്രാധാന്യമുള്ളത്? ഈ നദി ഒരു പ്രത്യേക നദിയല്ല. ഒരു വിഭാഗം ആളുകൾ വിശ്വസിക്കുന്ന ഒരു വിശ്വാസമാണ് പുണ്യ പമ്പാ നദി എന്ന് പറയുന്നത്. എങ്ങനെയാണ് പമ്പാ നദി പുണ്യ നദിയായത്? രാമായണത്തിൽ എഴുതിയിട്ടുണ്ട്, രാമലക്ഷ്മണന്മാർ പമ്പാ തീരത്ത് വരികയും ആ പമ്പാ തീരത്ത് ശബരി എന്നറിയപ്പെടുന്ന ഒരു സന്യാസിനിയുടെ ആതിഥ്യം സ്വീകരിച്ചു എന്നും രാമായണത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഐതിഹ്യമാണ് നമ്മളുടെ ഈ പ്രദേശങ്ങളിലുള്ള, ഈ ദേശത്തുള്ള, ലോകമെമ്പാടുമുള്ള ഹൈന്ദവൻ വിശ്വസിക്കുന്ന ഒരു വിശ്വാസം. അങ്ങനെയാണ് പുണ്യ പമ്പാ നദി എന്ന് പറയുന്ന നദിയുള്ളത്. ഈ നദി ഇന്ന് മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടിയാണ് ഈ പോരാട്ടം. ഇന്ന് കക്കൂസ് മാലിന്യം കൊണ്ട് നിറഞ്ഞ മാലിന്യ വാഹിനിയായി ഒഴുകുന്ന പമ്പയെ പുനരുദ്ധരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എന്റെ ഈ സമരം. എന്റെ കൂടെ ആരവങ്ങളോ കൊടിയോ തോരണങ്ങളോ മുദ്രാവാക്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ഒറ്റയ്ക്കാണ് ഈ വിഷയത്തിൽ ഇറങ്ങിത്തിരിച്ചത്. ഇന്നൊരു ദിവസം കൊണ്ട് മാത്രമല്ല, ചില വർഷങ്ങളായി പുണ്യ പമ്പാ നദിക്കും പുണ്യ തിരുവാഭരണപ്പാതയുടെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധിയായ സമരങ്ങളും കേസുകളും ഞാൻ നടത്തിയിട്ടുണ്ട്. ഈ പുണ്യ പമ്പാ നദിയെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ വിശ്വാസമെന്ന് പറയുന്നത് പുണ്യ പമ്പാ നദി ഒഴുകുന്ന ആ ദേശങ്ങളിൽ അതിന്റെ ഇരു കരകളിലും വസിക്കുന്ന മനുഷ്യർ, അവരും അവരുടെ സന്തതി പരമ്പരകളും അനുഗ്രഹം പ്രാപിക്കും. ആ നദിയിൽ കുളിക്കുകയും അത് വെള്ളം കുടിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹം പ്രാപിക്കുമെന്നും പുണ്യ പമ്പാ നദിയിലെ വെള്ളം ഒരു സാധാരണ വെള്ളമല്ലെന്നും
ഇതൊരു തീർത്ഥ ജലമാണെന്ന് വിശ്വസിക്കുന്ന ഹൈന്ദവ സമൂഹം ഈ തീർത്ഥജലത്തിലേക്ക് മാലിന്യം ഒഴുക്കുന്നവനും അവന്റെ സന്തതി പരമ്പരകൾക്കും ശാപമുണ്ടാകുമെന്നും മറ്റൊരു ഐതിഹ്യം. 40 ലക്ഷത്തിലധികം സാധാരണപ്പെട്ട നമ്മളുടെ മനുഷ്യർ നിത്യേന ഉപയോഗിക്കുന്ന വെള്ളമാണ് പുണ്യ പമ്പാ നദിയിലെ വെള്ളമെന്ന് പറയുന്നത്. അവർ കുളിക്കുകയും കുടിക്കുകയും കൃഷി ആവശ്യത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന ഈ പുണ്യ പമ്പാ നദി ഇന്നും മാലിന്യം നിറഞ്ഞതാണ്. ഇങ്ങനെ ഒരു സമരവുമായി എന്നെ ഈ സമരമുഖത്തിറക്കിയതിന്റെ കാരണക്കാർ ഇവിടുത്തെ ഭരണകൂടമാണ്. കാരണം വടശ്ശേരിക്കര പഞ്ചായത്ത് 2-ാം വാർഡ് ചെറുകുളഞ്ഞി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു വീട്ടിൽ നിന്ന് കക്കൂസിന്റെ സെപ്റ്റിക് ടാങ്കിന്റെ ഓവർഫ്ലോ പൈപ്പ് ഈ പുണ്യ പമ്പാ നദിയുടെ കൈവഴിയായ തോട്ടിലേക്ക് തുറന്നു വച്ചിരിക്കുന്നു. അവരുടെ അടുക്കള മാലിന്യത്തിന്റെ പൈപ്പ് ഈ കൈവഴിയിലേക്ക് പരസ്യമായി തുറന്നു വച്ചിരിക്കുന്നു. ആ നീരൊഴുക്ക് തോട്ടിന്റെ കൽക്കെട്ടിന് ഉള്ളിലും അതിന്റെ മുകളിലുമായി ആ മാലിന്യ പൈപ്പുകൾ സ്ഥാപിച്ചിരിക്കുന്നു. പരസ്യമായി ഈ കക്കൂസ് അടുക്കള മാലിന്യങ്ങൾ തുറന്നു വച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ പോസ്റ്ററിന്റെ ഇടത്ത് സൈഡിൽ ഒരു ഫോട്ടോ കാണാം. ആ മൂലയിൽ നിന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ആ വീടിന്റെ അടുക്കളയിൽ നിന്ന് 2.5 ഇഞ്ചിന്റെ ഒരു പൈപ്പ് നീരൊഴുക്ക് തോട്ടിലേക്ക് തുറന്നു വച്ചിരിക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ടാണ് ഞാൻ ഈ ഫ്ലെക്സ് ഇവിടെ പ്രിന്റ് ചെയ്തത്. 2021 ഈ വിഷയത്തിന്റെ മേൽ വടശ്ശേരിക്കര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും വടശ്ശേരിക്കരയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കും ഞാൻ പരാതി കൊടുത്തു, തെളിവ് സഹിതം. ഇവർ അവിടെ കടന്നു വന്നിട്ട് ഈ നിയമലംഘനം കണ്ടുകൊണ്ട് അതിന്റെ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തിട്ട് അവർ ആ വീട്ടുകാർക്ക് ഒരു നോട്ടീസ് എഴുതി കൊടുത്തു. 7 ദിവസം കൊണ്ട് ഈ പൈപ്പുകൾ നിങ്ങൾ എടുത്തു മാറ്റണം. ആ നോട്ടീസ് കൊടുത്തിട്ട് പോയിട്ട് 7 മാസമല്ല, ഇന്ന് 4 വർഷത്തിലധികമായിട്ടും ഈ ഉദ്യോഗസ്ഥർ അവിടെ കടന്നു പോയിട്ട് അവർ ഈ പൈപ്പുകൾ നീക്കം ചെയ്തോ എന്ന് നോക്കിയിട്ടില്ല. 2024 ഈ വർഷം 7-ാം മാസം ഇതേ പരാതി വീണ്ടും ഇവർക്ക് കൊടുത്തു. ഈ പരാതിയിലും അവർ അവിടെ കടന്നു ചെന്നിട്ട് വീട്ടുകാർക്ക് ഒരു നോട്ടീസ് കൊടുത്തു, 7 ദിവസം കൊണ്ട് ഇത് മാറ്റണം. നാണം കെട്ടവന്മാരെ, നിങ്ങൾക്ക് അല്പം നാണം ഉളുപ്പുണ്ടെങ്കിൽ നിങ്ങൾ 4 വർഷത്തിന് ശേഷവും നിങ്ങൾ ഇങ്ങനെ ഒരു നോട്ടീസാണോ അവിടെ കൊടുക്കേണ്ടത്? ഇവനെതിരെ കേസെടുത്ത് കോടതിയിൽ വിടണം, അല്ലെങ്കിൽ പിഴ ചുമത്തണം. ഇതല്ലേ നിയമം? ഞാൻ എന്തേ ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ 2023 സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നു. പൊതുജനാരോഗ്യ സംരക്ഷണ നിയമപ്രകാരം ഈ ചിറ്റാറ പഞ്ചായത്തിൽ നിന്നും നിങ്ങൾക്ക് ഇവിടെയുള്ള വ്യാപാരികൾക്കും ഇവിടെയുള്ള മുഴുവൻ ആളുകൾക്കും ഒരു നോട്ടീസ് കിട്ടിക്കാണും. പൊതുജനാരോഗ്യ സംരക്ഷണ നിയമപ്രകാരം പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിയുകയോ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം കത്തിക്കുകയോ നീരൊഴുക്കിലേക്ക് മാലിന്യം ഒഴുക്കിവിടുകയോ ചെയ്താൽ 1 വർഷം മുതൽ 3 വർഷം വരെ ജയിൽ ശിക്ഷ കിട്ടുമെന്ന്, തടവ്. 25,000 രൂപ മുതൽ 3 ലക്ഷം രൂപ വരെ പിഴ കൊടുക്കേണ്ടി വരുമെന്നുള്ള ഒരു നോട്ടീസ്. എവിടെയാണ് ഇവർ ഈ നിയമം നടപ്പാക്കുന്നത്? നമ്മൾക്കറിയാം, ഈ വടശ്ശേരിക്കര പഞ്ചായത്തിന്റെ ഒരു കാര്യം ഞാൻ പറയാം. അവരുടെ മാലിന്യം ഇടുന്ന ആ മാലിന്യം ഡംപ് ചെയ്യുന്ന സ്ഥലത്ത്, അതേ സ്ഥലത്ത് തന്നെ എല്ലാ ദിവസവും
പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പരസ്യമായി തീ കത്തിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ എന്റെ കൈവശമുണ്ട്. ആർക്കെതിരെയാണ് നടപടിയെടുക്കേണ്ടതും പിഴ ചുമത്തേണ്ടതും തടവ് ശിക്ഷ കൊടുക്കേണ്ടതും ഈ നിയമങ്ങൾ എഴുതിയുണ്ടാക്കിയവന്മാർ തന്നെയാണ് ഈ നിയമലംഘനം നടത്തുന്നത്. ആ പ്രദേശത്ത് മുഴുവൻ വ്യാപാരികൾക്കും പാവങ്ങൾക്ക് അവിടെ യാതൊരു സംരക്ഷണവുമില്ലാതെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ അവിടെ തീ കത്തിച്ചുകൊണ്ട് പുകയ്ക്കുന്ന ഒരു പഞ്ചായത്താണ് വടശ്ശേരിക്കര പഞ്ചായത്ത്. ചിറ്റാർ പഞ്ചായത്തിന്റെ അവസ്ഥ എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നില്ല. ഈ വടശ്ശേരിക്കരയുടെ പ്രദേശത്തും നിരവധി സ്ഥലങ്ങളിൽ റാന്നിയിലും പഴവങ്ങാടിയിലും അവിടെ മുഴുവൻ ഇതേപോലെയുള്ള മാലിന്യങ്ങൾ അവർ തീ കത്തിക്കുന്ന അവസ്ഥയുണ്ട്. നിയമവും പാലിക്കാതെയാണ് ഇവർ ഇതൊക്കെ കത്തിക്കുന്നത്. ഇവിടെ പാവപ്പെട്ട കർഷകൻ, പാവപ്പെട്ട കൂലിപ്പണിക്കാരൻ വൈകുന്നേരം 5 രൂപയുടെ മത്തി വാങ്ങി ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞു കൊണ്ടുപോയാൽ അവനെതിരെ 5000 രൂപ പിഴ ചുമത്തിക്കൊണ്ട് നോട്ടീസ് കൊടുക്കുന്ന ഭരണ സംവിധാനങ്ങൾ. ഇവിടെ മാലിന്യം കത്തിക്കുന്നവനെതിരെ എല്ലാ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാരും കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സർക്കുലർ ഇറക്കി. എന്താണ് സർക്കുലർ? പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിയുകയോ പൊതുസ്ഥലത്ത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ളവ കത്തിക്കുകയോ നീരൊഴുക്കിലേക്ക് മാലിന്യം ഒഴുക്കിവിടുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ പഞ്ചായത്തിൽ വിവരമറിയിച്ചാൽ 5000 രൂപ പാരിതോഷികം. അവരുടെ പേര് വെളിപ്പെടുത്തുകയില്ല. ഈ നിയമപ്രകാരം അവര് കൊട്ടിഘോഷിച്ച് നോട്ടീസ് ഇറക്കിയതിന്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വടശ്ശേരിക്കര മാർക്കറ്റിനകത്ത് ഇവര് തന്നെ മാലിന്യങ്ങൾ പട്ടാപ്പകൽ കത്തിക്കുന്ന വീഡിയോ എടുത്തുകൊണ്ട് വടശ്ശേരിക്കര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മുമ്പാകെ ഈ വീഡിയോ കാണിച്ചപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി എന്നോട് പറഞ്ഞത്, അവിടെ ഒരു കുഴിക്കകത്തിട്ടല്ലേ കത്തിക്കുന്നത്. ഞാൻ പറഞ്ഞു, സാറേ, ഒരു കുഴിക്കകത്തിട്ട് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുന്നതിന് നിയമമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊരു കത്തെഴുതി തരണം, ഇങ്ങനെ കത്തിക്കാൻ നിയമമുണ്ടെന്ന്. അയാൾക്ക് കാര്യം മനസ്സിലായി. 2000 ലിറ്ററിന്റെ ഒരു വാട്ടർ ടാങ്ക് സംഘടിപ്പിച്ച് വെള്ളം കൊണ്ടുവന്ന് ആ തീ അണയ്ക്കുവാൻ അവിടെ സാഹചര്യമുണ്ടായി എങ്കിൽ എന്തുകൊണ്ടാണ് പാവപ്പെട്ട അവിടെയുള്ള വ്യാപാരികൾ പ്രതികരിക്കാത്തതെന്ന് ചോദിച്ചാൽ അവർക്കെതിരെ നാളെ വേറെന്തെങ്കിലും ഒരു ഇൻഡാസുമായിട്ട് പഞ്ചായത്തിന്റെയും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെയും ആളുകൾ ചെല്ലുമെന്നുള്ള പാവങ്ങളുടെ ഭയം കൊണ്ടാണ് അവർ പ്രതികരിക്കാത്തത്. നീതി നടപ്പാക്കേണ്ടവർമാർ ഒന്നും ചെയ്യുന്നില്ല. എല്ലാം വെറും പ്രഹസനമായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിൽ ഏതൊരു പരാതി കൊടുത്താലും യാതൊരു നടപടിയുമില്ല. വടശ്ശേരിക്കര കുമ്പളത്താവണം എന്ന് പറയുന്ന സ്ഥലത്ത് രോഗിയായ ഒരു വിധവ 42 വർഷക്കാലം നമ്മുടെ രാജ്യത്തെ സേവിച്ച ഒരു സൈനികന്റെ വിധവയായ ഭാര്യ ഒരു പരാതി കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് സെക്രട്ടറിക്കും കളക്ടർക്കും കൊടുത്തു. എന്താണ് പരാതി? അവർക്ക് അവരുടെ വീട്ടുമുറ്റത്ത് ഇറങ്ങുവാൻ സാധിക്കുന്നില്ല. കാരണം അയൽവാസി അവിടെ ഒരു ഫാം നടത്തുന്നു അനധികൃതമായി. അതിൽ നിന്നുള്ള ചാണകവും മൂത്രവും രോഗിയായ ഇവരുടെ മുറ്റത്തുകൂടെ ഒഴുകി അവർക്ക് കാലെടുത്ത് വെക്കുവാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ മാലിന്യം മുഴുവൻ ഒഴുകി അവിടെ ഒരു തോട്ടിലേക്കാണ് ചെല്ലുന്നത്. നീരൊഴുക്കിൽ നിന്ന് ഒഴുകി ഏതാണ്ട് 500 മീറ്റർ ഒഴുകി കഴിയുമ്പോൾ കല്ലാർ എന്ന് പറയുന്ന നദിയിലേക്ക് ചെന്ന് അവിടെ നിന്ന് 50 മീറ്റർ ഒഴുകിയാൽ അവിടെ നിന്ന് ചെന്നെത്തുന്നത് പുണ്യ പമ്പാ നദിയിലാണ് ഈ മാലിന്യം ചെല്ലുന്നത്. ഒരു നടപടിയും എടുക്കുവാൻ ഇവിടെ പഞ്ചായത്തോ ആരോഗ്യവകുപ്പോ തയ്യാറായിട്ടില്ല. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു സഹോദരി ഒരു പരാതി അവിടെ കൊടുത്തു. അവരുടെ അയൽവാസി അവരുടെ കിണറിന്റെ സമീപം
ഒരു സെപ്റ്റിക് ടാങ്ക് ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കുടിവെള്ളം മുട്ടിക്കുന്ന ഒരു പ്രവൃത്തി അവിടെ ചെയ്തവരെതിരെ ഒരു പരാതി കൊടുത്തിട്ട് ഒരു നടപടിയും എടുക്കുവാൻ കൂട്ടാക്കാതെ വന്നപ്പോൾ ആ പാവപ്പെട്ട സഹോദരി പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തു എന്നറിഞ്ഞുകൊണ്ട് ഈ ഉദ്യോഗസ്ഥർ അവരോട് പറഞ്ഞത്, നിങ്ങൾ എവിടെ പരാതി കൊടുത്താലും അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കേണ്ടത് ഞങ്ങളാണ്, എന്ത് കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞുവെങ്കിൽ ഇവന്മാരോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളല്ലാതെ മറ്റൊരു ഏജൻസി അന്വേഷിക്കുവാൻ ഇവിടെ സംവിധാനമുണ്ട്. ഞാൻ കൊടുത്ത പരാതികൾക്ക് എന്തുകൊണ്ടാണ് നടപടിയെടുക്കാത്തതെന്ന് ചോദിച്ചുകൊണ്ട് വടശ്ശേരിക്കര പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഓഫീസിൽ കടന്നു ചെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് വടശ്ശേരിക്കര ഹെൽത്ത് ഇൻസ്പെക്ടറെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ പരാതിയിൽ ആ വീട്ടുകാർക്കെതിരെ കേസെടുത്ത് കോടതിയിൽ വിടണം, അതിന്റെ പകർപ്പ് പരാതിക്കാരന് കൊടുക്കണമെന്ന് പറഞ്ഞ് ഉത്തരവിട്ടപ്പോൾ ആ ഉത്തരവിനെ അട്ടിമറിച്ച വടശ്ശേരിക്കരയിലെ ഹെൽത്ത് ഇൻസ്പെക്ടറാണ് അവിടെ ഇന്ന് ചുമതലയിലിരിക്കുന്നത്. കേസെടുക്കാനാണ് ഉത്തരവ്. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഒരു ക്ഷമാപണം എഴുതി കൊണ്ടുവന്നാൽ ഞാൻ നിങ്ങളെ കേസിൽ നിന്ന് ഒഴിവാക്കാം. എത്ര നികൃഷ്ടനായ ഒരു ഉദ്യോഗസ്ഥനാണതെന്നും നമ്മൾ മനസ്സിലാക്കണം. ആ വീട്ടുകാർ അവനൊരു കത്തെഴുതി കൊടുത്ത്, സാറേ, ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടാണ് ഈ കക്കൂസ് മാലിന്യവും അടുക്കള മാലിന്യവും പുണ്യ പമ്പാ നദിയിലേക്ക് ഒഴുക്കി ഞങ്ങൾ വിട്ടതെന്നൊരു കത്തെഴുതി കൊടുത്തപ്പോൾ അവനത് എന്റെ പരാതി അവിടെ മടക്കി വെച്ചു. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇങ്ങനെ ഒരു കത്ത് വാങ്ങിക്കൊണ്ട് നീ എന്റെ ഫയൽ മുക്കിയെങ്കിൽ, എന്റെ പരാതി മുക്കിയെങ്കിൽ ഇതിനെതിരെ നീ കോടതിയിൽ വന്ന് സമാധാനം പറയേണ്ടി വരും. കാരണം വിവരാവകാശ മറുപടിയിൽ നീ എനിക്ക് തന്നിട്ടുണ്ട്, ഈ നീരൊഴുക്കിലേക്ക് ഈ വീട്ടുകാർ പൈപ്പിൽ കൂടെ മാലിന്യം ഈ നീരൊഴുക്കിലേക്ക് വെച്ചിട്ടുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മറുപടി തന്നിട്ടുള്ളത്. കോടതിയിൽ നീ ഇതിന് മറുപടി പറയണം. ഇവർ മനസ്സിലാക്കണം, അറിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് കത്തെഴുതി കൊടുത്ത ഒരു അമ്മയും മകനും, അയാള് നിയമം പഠിച്ച ഒരാളാണ്, ഒരു വക്കീലാണ്. അയാളുടെ വീട്ടുപടിക്കൽ അഡ്വക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പേരെഴുതി ബോർഡ് വെച്ചിട്ടുണ്ട്. അവനാണ് പറയുന്നത്, എനിക്കറിവില്ലാത്തത് കൊണ്ടാണ് ഈ നീചപ്രവൃത്തി ഞാൻ ചെയ്തതെന്ന് കത്തെഴുതി വെച്ചിട്ട് അവനൊരു വക്കീലാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ നടപടിയെടുക്കേണ്ടവന്മാർ ആ കത്തിനെ പോലും ഒരു വിലയും കൽപ്പിക്കാതെ മാറ്റിവെക്കേണ്ടതിന് പകരം എന്റെ പരാതി മുക്കി ഫയൽ അടച്ചു വെച്ചുവെങ്കിൽ ഈ ഫയൽ നീ തുറക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് ഇവർ മറന്നു പോകരുത്. ചിറ്റാറിലെ അവസ്ഥ എനിക്കറിയില്ല. മറ്റൊരു വിഷയം, നമ്മളുടെ വീടുകളിൽ ഇവരെ അടിച്ചു കയറ്റി തരുന്ന വെള്ളം നമ്മൾക്ക് കുടിവെള്ള യോഗ്യമാണോ എന്ന് നിങ്ങൾ ആരെങ്കിലും ഇത് ചെക്ക് ചെയ്തിട്ടുണ്ടോ, പരിശോധിക്കുവാൻ ഇവരോട് നിർദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വടശ്ശേരിക്കരയിലെ വിവരം ഞാൻ പറയാം. ഞാൻ വിവരാവകാശ പ്രകാരം ഇവിടെ ആരോഗ്യ വകുപ്പിൽ കൊടുത്ത വിവരാവകാശ മറുപടിയിൽ അവർ പറയുന്നത്, ഞങ്ങൾ ഈ വെള്ളം യാതൊരു ലാഭ പരിശോധനയും നടത്തിയിട്ടില്ല, നടത്താറില്ല. അതിൽ കുറച്ച് ബ്ലീച്ചിങ് പൗഡർ മാത്രമേ ഇടാറുള്ളൂ. ആരാണ് അവിടെ ബ്ലീച്ചിങ് പൗഡർ ഇടുന്നത്? പമ്പ് ഓപ്പറേറ്റർമാർ യാതൊരു കണക്കുമില്ലാതെ അവിടെ ചാക്ക് കണക്കിന് ബ്ലീച്ചിങ് പൗഡർ ആ വാട്ടർ ടാങ്കിലേക്ക് അഴിച്ചുവിടുമ്പോൾ ഇതിന്റെ മറവിൽ ഉദ്യോഗസ്ഥർ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നു. നമ്മളുടെ അടുക്കളയിലെത്തുന്ന വെള്ളം ഇതേപോലെയുള്ള മാലിന്യവാഹിനിയായ നീരൊഴുക്കിൽ നിന്ന് ഡയറക്റ്റായി അടിച്ചു കയറ്റി നമ്മളുടെ അടുക്കളയിൽ തരുന്നവന്മാരാണ് പറയുന്നത് പൊതുജനാരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പരിപാലകർ. നാണം കെട്ടവന്മാർ. ഇതേ എനിക്ക് പറയുവാനുള്ളൂ.
ഒരു പരിശോധനയും നടത്താതെ ഈ കക്കൂസ് മാലിന്യം നിറഞ്ഞ വെള്ളം അടിച്ചു കയറ്റി വീടുകളിൽ എത്തിച്ചിട്ട് അമിതമായ ബില്ല് ചാർജ് ചെയ്തുകൊണ്ട് ഒരു ദിവസം വെള്ളത്തിന്റെ പൈസ അടയ്ക്കുവാൻ പാവപ്പെട്ടവന് നിവൃത്തിയില്ലെങ്കിൽ അവന്റെ വെള്ളത്തിന്റെ കണക്ഷൻ കട്ട് ചെയ്തുകൊണ്ട് അത് വീണ്ടും അവൻ പൈസ അടച്ചാൽ റീകണക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തുകയും ഈടാക്കിക്കൊണ്ട് വീണ്ടും ഈ തീട്ടവെള്ളത്തിന് വേണ്ടി അവൻ ആ വാൽവ് തുറന്നു കൊടുക്കും. എവിടെയാണ് മനുഷ്യജീവന സംരക്ഷണം ഇവർ കൊടുക്കുന്നത്? മനുഷ്യന് അത്യാവശ്യം വേണ്ടത് വെള്ളവും വൈദ്യുതിയും വഴിയുമാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ വെള്ളമെന്ന് പറയുന്നത്. ഇതിനെയാണ് എന്റെ പ്രതിഷേധം. ഒരു കാര്യം ഇവർ മനസ്സിലാക്കണം, സർക്കാർ ഉദ്യോഗസ്ഥർ നിയമം നടപ്പാക്കേണ്ടവരാണ്. തെളിവ് സഹിതം പരാതികളുണ്ടെങ്കിലും അതിന് നടപടിയെടുക്കാതിരുന്നാൽ ഹൈക്കോടതി വിധിയുടെ ഒരു ലംഘനമാണ് അവർ ചെയ്യുന്നത്. ഈ പുണ്യമണ്ഡലകാലം തുടങ്ങുന്നതിന് മുമ്പ് എന്റെ പരാതിയിൽ ഈ നടപടിക്കെതിരെ ഞാൻ കൊടുത്ത പരാതിയിൽ നടപടിയെടുത്ത് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഈ മണ്ഡലകാലം തുടങ്ങി 5 ദിവസം എന്നെ പെരുവഴിയിലേക്ക് ഈ സമരവുമായി ഇറക്കിവിട്ടതിന്റെ ഉത്തരവാദികൾ ഒന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടറാണ്, രണ്ടാമത് വടശ്ശേരിക്കര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയാണ്, മൂന്നാമത് വടശ്ശേരിക്കരയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഉന്നതാധികാരികളാണ്. ഞാൻ അന്ന് പറഞ്ഞു, ഈ മണ്ഡലകാലത്ത് നിങ്ങൾ എന്നെ സമരവുമായി ജനങ്ങളിലേക്ക് ഇറക്കരുത്. പറയുവാനുള്ളത് ഞാൻ വിളിച്ചു പറയുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിനൊരു പരിഹാരം ഒരു ദിവസം കൊണ്ടോ വർഷങ്ങൾ കൊണ്ടോ പരിഹാരം കാണുവാൻ സാധിക്കില്ല എന്നെനിക്കറിയാം. എന്നാൽ തെളിവ് സഹിതം കൊടുത്ത പരാതികൾ മുക്കിയതിന് പകരം നടപടിയെടുക്കാതെ ഇതിനെയെല്ലാം മുക്കിക്കൊണ്ട് അവന്റെ രാഷ്ട്രീയവും മതവും ജാതിയും എല്ലാം നോക്കിക്കൊണ്ട് അവനെ സംരക്ഷിക്കുന്ന നിലപാടെടുക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് എന്റെ ഈ ഒറ്റയാൾ സമരം. നമ്മളുടെ ഈ പ്രദേശത്തുള്ള മുഴുവൻ നദികളും തോടുകളും അതിന്റെ സംരക്ഷണവും എന്ന് പറയുന്നത് ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തിനാണ് അതിന്റെ അധികാരമെന്ന് പറയുന്നത്. ആ പുഴകളുടെ കയ്യേറ്റം, അതിന്റെ കടവുകളുടെ പുനരുദ്ധാരണം, തോടുകളുടെ കയ്യേറ്റം നമ്മൾക്കറിയാം. നമ്മുടെ നാട്ടിൽ 5 മീറ്റർ വീതിയുള്ള തോടുകൾ ഇന്നെല്ലാം കയ്യേറിക്കൊണ്ട് 1 മീറ്റർ പോലും ഇല്ലാതെ ഒറ്റ മഴയ്ക്ക് പാവപ്പെട്ടവന്റെ അടുക്കളയിൽ വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ട് എങ്കിൽ ഇതിന് ഉത്തരവാദികൾ അതാത് പഞ്ചായത്ത് തന്നെയാണെന്നുള്ളത് ഇവിടെയുള്ളവർ മറന്നു പോകരുത്. ഈ നീർച്ചാലുകൾ സംരക്ഷിക്കപ്പെടണം. നമ്മളുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾക്ക് ഈ പ്രദേശങ്ങളിൽ കൂടെ നടന്നു പോകുമ്പോൾ ഈ വരുന്ന നീരുറവകൾ നമ്മളൊരു ഇലയിൽ കുമ്പിള് കുത്തി പിടിച്ച് കുടിച്ച ഒരു പാരമ്പര്യം ഇന്ന് ആരെങ്കിലും ഇത് കുടിക്കുവാൻ തയ്യാറാകുമോ? കാരണം മാരകമായ വിഷമടിച്ചുകൊണ്ട് കൈത കൃഷിക്കാർ ഈ ഭൂമി മുഴുവനും ഇതേപോലെ ഈ മണ്ണ് മുഴുവനും വിഷം നിറഞ്ഞതാക്കി വെച്ചിരിക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് വരുന്ന ഉറവകൾ ഇത് മുഴുവൻ തോടിൽ കൂടെയും തോടിൽ നിന്ന് പുഴകളിലേക്കും ഒഴുകി വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഇതേപോലുള്ള ബിൽഡിങ്ങുകളുടെയും പാർപ്പിട സമുച്ചയങ്ങളുടെയും അവരുടെ ഈ കക്കൂസും മാലിന്യവും അടുക്കള മാലിന്യവും തുറന്ന് അതിന്റെ പൈപ്പുകൾ ഈ നീരൊഴുക്കിലേക്ക് വെച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടുവാനുള്ളത്. നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ നിന്ന് നിങ്ങളോട് ഇത് വിളിച്ചു പറയുന്നത്. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതിനിധിയല്ല. ചില മാസങ്ങൾക്ക് മുമ്പ് മറ്റ് വിഷയങ്ങളുമായി ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു പഞ്ചായത്തിന്റെ വാർഡിൽ പോലും മത്സരിക്കുന്നയാളല്ല. വരും തലമുറയ്ക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. നമ്മുടെ വരും തലമുറയ്ക്ക് ഇവിടെ അവർക്ക് കുടിവെള്ളം എന്ന് പറയുന്നത് ശുദ്ധമായ ജലം കൊടുക്കണം. അന്തരീക്ഷ മലിനീകരണത്തിനെതിരെ ഇവിടെ നടപടിയെടുക്കണം.
മാലിന്യത്തിനെതിരെ ഇവിടെ നടപടിയെടുക്കണം. നമ്മളുടെ നാടിനെ രക്ഷയിലേക്ക് നയിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഇന്ന് ഭരിക്കുന്ന പാർട്ടി പോലും ചില വിഷയങ്ങളിൽ തെരുവിലിറങ്ങി സമരം ചെയ്യുന്ന സാഹചര്യം. എന്തൊരു നാണക്കേടാണ് നമ്മൾക്ക്. ഭരിക്കുന്ന പാർട്ടി സമരം ചെയ്ത് തെരുവിലിറങ്ങുന്നു ചില വിഷയങ്ങൾക്ക് വേണ്ടി. ഒരു ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ ആഴ്ച ഭരണകക്ഷി റാന്നിയിൽ ഒരു സമരം നടത്തി. അവിടെ വലിയ കുളം എന്ന് പറയുന്ന തിക്കയം റോഡിന്റെ പണികൾ വീണ്ടും ടാർ ചെയ്ത് ദിവസങ്ങൾക്കുള്ളിൽ പൊളിച്ചു മാറ്റി 4 കിലോമീറ്റർ പൊളിച്ചു മാറ്റിയിട്ടിരിക്കുന്ന റോഡ് അഴിമതി നിറഞ്ഞ പണികൾ നടത്തിയ PWDക്കെതിരെ അവർ സമരം ചെയ്തുകൊണ്ട് റാന്നി AE ഓഫീസിലേക്ക് സമരം നയിച്ചു ഇവിടുത്തെ ഭരണകക്ഷി. ആ ഗതികേടിലേക്ക് നമ്മളുടെ നാട് മാറി. ഇന്നൊരു മറ്റൊരു കൂട്ടർ ഭരണകക്ഷിയുടെ ഘടകകക്ഷി ഇന്നൊരു സമരം നടത്തി റാന്നി DFO ഓഫീസിന് മുന്നിൽ. എന്തായിരുന്നു വിഷയം? ആ വിഷയം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവരുടെ ആവശ്യം കർഷകന്റെ പട്ടയഭൂമിയിലുള്ള മരങ്ങൾ മുറിക്കുന്നതിന് വേണ്ടി അനുവാദം വേണമെന്ന് പറഞ്ഞുകൊണ്ട് റാന്നി DFO ഓഫീസിലേക്ക് സമരം നടത്തി. അവർ വിളിച്ചു പറഞ്ഞത് എന്താണ്? കേന്ദ്ര സർക്കാരാണ് അതിനുത്തരവാദി. എത്ര വിവരം കെട്ടവന്മാരാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഈ കേരളത്തിലെ മലയോര കർഷകന് പട്ടയം കൊടുത്തത് കേന്ദ്ര സർക്കാരാണോ? ഇതുപോലും അറിയാത്തവന്മാരാണ് തെരുവിൽ സമരം ചെയ്യുന്നത്. കേരളത്തിൽ പട്ടയം കൊടുത്തത് ഇവിടുത്തെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണെന്നുള്ള സാമാന്യ ബോധവും പോലും ഇല്ലാത്തവന്മാർ ഇന്ന് കേന്ദ്ര സർക്കാരിനെതിരെ റാന്നി DFO ഓഫീസിന് മുന്നിൽ സമരം നടത്തി. ഞാൻ ഒരിക്കലും ഇവിടെ പറഞ്ഞ ഒരു വിഷയം ഒന്നുകൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. 2016 പിണറായി സർക്കാർ ഒരു ഉത്തരവ് കൊണ്ടുവന്നു ഈ വിഷയത്തിന്മേൽ. പട്ടയഭൂമിയിൽ കർഷകൻ നട്ടുപിടിപ്പിച്ചതും സ്വമേധ കിളിർത്തതുമായ ചന്ദനമൊഴികെയുള്ള മരങ്ങൾ മുറിക്കാമെന്ന് സർക്കാർ ഉത്തരവിട്ടു. ആ ഉത്തരവിനെ അട്ടിമറിച്ച ഇവിടുത്തെ ലാൻഡ് റവന്യൂ കമ്മീഷണർ അവനാണ് 128 കോടി രൂപയുടെ മുട്ടിൽ മരമുറി നടത്തി. ഈ ഉത്തരവിന്റെ മറവിൽ അഴിമതി നടത്തി. ആ ഉത്തരവിനെ പൂഴ്ത്തിവെച്ച് സാധാരണപ്പെട്ട കർഷകന്റെ അവന്റെ അവകാശത്തെ ധ്വംസിച്ച ലാൻഡ് റവന്യൂ കമ്മീഷണർ അവൻ ഇന്നും സർക്കാർ ജോലിയിലുണ്ട്. ആ ഉത്തരവിനെ അട്ടിമറിച്ചു. പാവപ്പെട്ട കർഷകൻ പത്രദൃശ്യ മാധ്യമങ്ങളിൽ വാർത്ത കണ്ടുകൊണ്ട് മലയോര മേഖലയിലുള്ള കർഷകർ ഇവിടെ മരം മുറിച്ചു. ഫോറസ്റ്റ് അമ്മന്മാരും ഇവിടെയുള്ള പഞ്ചായത്തിന്റെയും വില്ലേജിന്റെയും അധികാരികൾ ആ പാവപ്പെട്ടവർക്കെതിരെ കേസെടുത്ത് തടിയിൽ സദായി അടിച്ചു. സർക്കാർ തടി. എവിടെയാണ് സർക്കാരിന്റെ ഉത്തരവ് നടപ്പായത്? ആ ഉത്തരവ് വീണ്ടും 2020 സർക്കാർ വീണ്ടും പ്രസിദ്ധീകരിച്ചു. അതിനെതിരെ പരിസ്ഥിതിവാദികൾ കോടതിയിൽ പോയിട്ട് പോലും സർക്കാർ അതിനെതിരെ ഒരു ഓർഡിനൻസ് ഇറക്കിയ ഉത്തരവിനെ മറികടക്കുന്നതിന് വേണ്ടി ശ്രമം നടത്താതെ ഒരു അപ്പീല് പോലും കൊടുക്കാതെ പാവപ്പെട്ട കർഷകനെ വഞ്ചിച്ച ഇവിടുത്തെ ഭരണകൂടങ്ങൾ. എന്നിട്ടാണ് DFO ഓഫീസിലേക്ക് സമരം നടത്തിയിട്ട് വിളിച്ചു പറയുന്നത് ഈ പട്ടയ ഭൂമിയിലെ മരങ്ങൾ മുറിക്കാൻ ഞങ്ങൾക്ക് അനുവാദം തരണം. ആര് തരണം? മോദി സർക്കാർ തരണം. വിവരം കെട്ടവന്മാർ. ഇന്ന് നടന്ന സമരത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നാട്ടിൽ വികസനം നടത്തുവാൻ ഭരണകക്ഷി തെരുവിലിറങ്ങുന്നു. അവകാശങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി. എന്റെ വിഷയത്തിലേക്ക് ഞാൻ മടങ്ങി വരാം. നമ്മളുടെ പുഴകൾ സംരക്ഷിക്കപ്പെടണം. നദീതടങ്ങൾ, നമ്മളുടെ തോടുകൾ, ഇതിന്റെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണം. പുണ്യ തിരുവാഭരണ പാതയുടെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണം. കഴിഞ്ഞ വർഷം 376 കയ്യേറ്റങ്ങൾ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം തിരുവാഭരണ പാതയുടെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചിട്ടുണ്ട്. ഇനിയും കയ്യേറ്റങ്ങൾ ബാക്കിയുണ്ട്. പന്തളം മുതൽ സന്നിധാനം വരെയുള്ള പുണ്യ ആ പാത, തിരുവാഭരണ പാത 44 മീറ്റർ വരെ വീതിയുള്ള പല സ്ഥലങ്ങളിലും
ഇന്നും നിലനിർത്തിക്കൊണ്ട് ആ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുക്കുവാൻ ഇവിടെയുള്ള ചില ആളുകളുണ്ടെന്നുള്ളത് ഇവിടെ പലർക്കും അറിയാം. ആ സമരത്തിന്റെ ഭാഗത്തിൽ ഞാനും ഒരു ചെറിയ ഭാഗവാക്കാണ്. 3 വർഷങ്ങൾക്ക് മുമ്പ് റാന്നി തോട്ടമെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്വകാര്യ വ്യക്തി തിരുവാഭരണ പാതയുടെ 78 സെന്റ് സ്ഥലം കയ്യേറി റബ്ബർ മരങ്ങൾ വെച്ച് ടാപ്പിങ് തുടങ്ങി ആ സ്ഥലത്ത് പോയി അവിടെ ഞാൻ ലൈവ് ഇട്ടു. ഇത് തിരുവാഭരണ പാത കയ്യേറിയ സ്ഥലമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ പരാതികൾ കൊടുത്തു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, റാന്നി രാമപുരം ഊരായ്മ ദേവസ്വം ബോർഡ് കരം കൊടുത്ത രസീതടക്കം അതിന്റെ ആ ഭൂമിയുടെ രേഖകൾ സഹിതം വിവരാവകാശ പ്രകാരം എടുത്തുകൊണ്ട് ഞാൻ പരാതി കൊടുത്തു. ആ ഭൂമി ദേവസ്വം ബോർഡ് പിടിച്ചെടുക്കുകയുണ്ടായി എങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്കൊക്കെ എനിക്ക് ചെയ്യുവാൻ പറ്റുന്നുണ്ട് എങ്കിൽ എന്റെ ഈ ഒറ്റയാൾ സമരം വിജയമാണെന്ന് തന്നെ ഞാൻ വിശ്വസിച്ചുകൊണ്ട് നമ്മളുടെ പുഴകൾ സംരക്ഷിക്കണം, നമ്മളുടെ വരും തലമുറകൾക്ക് ഇതിൽ നിന്ന് അനുഗ്രഹമുണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ നിങ്ങൾ ഓരോരുത്തരും പ്രതികരിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇത്രയും നേരം എന്നെ ശ്രമിച്ച ചിറ്റാറിലെ എല്ലാ നല്ലവരായ ആളുകളോടും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, സേവ് ശബരിമല.